Hi friends, welcome to Sakshi kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതാണെങ്കിൽ ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ ചോറിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വരാം. അതിനായിട്ട് ഞാൻ ഇവിടെ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പ് തുവരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3-4 എണ്ണം ചേർത്താൽ മതി. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചെറിയ സ്പൂണ് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നികക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2-3 വിസിലിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. പിന്നെ ഓരോ കുക്കറിന്റെ അനുസരിച്ചിട്ട് മാറ്റം വരാം. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് കുക്കർ തുറന്ന് നോക്കാം. ഇതേ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു തവി കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി പരിപ്പ് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് താളിക്കാം. അതിനായിട്ട് ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചിടാം. കുറച്ച് കറിവേപ്പില. എന്നിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. സാദാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ചേർക്കുമ്പോഴേ പരിപ്പിന് നല്ലൊരു കളറൊക്കെ കിട്ടും. ഇനി ഇത് പരിപ്പിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് നല്ല മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.